എന്റെ കൊടൈക്കനാലേക്കുള്ള ട്രിപ്പ് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് പാക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാലി ബാഗ് എടുത്ത് ഞാൻ നേരെ പോയത് നമ്മുടെ സ്റ്റുഡിയോയിലേക്കാണ്. ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ RAC ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി 9:30 ട്രെയിന്. നാളെ രാവിലെ 4:30 കൊടൈ റോഡിലാണ് ഇറങ്ങേണ്ടത്. RAC ആയിരുന്നെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ചേച്ചി TTക്ക് പൈസ കൊടുത്ത് സീറ്റ് ഒപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് എന്റെ RAC സ്ലീപ്പർ ആക്കി മാറ്റി കിട്ടി. 1/4 മണിക്കൂർ ഈ സ്റ്റേഷനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഫൈനലി ഐ ഫൗണ്ട് ദ വെയിറ്റിംഗ് റൂം. ഒരു മനുഷ്യനില്ല, കാരണം അത്ര ഇരുട്ടത്താണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനൊരു 3 പോലീസുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ വഴി പറഞ്ഞ വഴിയിലൂടെ ഞാനൊരു 4-5 പ്രാവശ്യം നടന്നിട്ട് ഫൈനലി ഐ ഫൗണ്ട് ദ വെയിറ്റിംഗ് റൂം. എൻ്റെ പ്ലാൻ അനുസരിച്ച് ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ പോകുന്നു, പല്ല് തേക്കുന്നു, ഡ്രസ്സ് മാറുന്നു, ഫ്രഷ്നപ്പ് ആവുന്നു, വാങ്ങിച്ച പുതിയ ഡ്രസ്സിൽ കൊടൈക്കനാൽ എത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പ്ലാനിങ് ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിൽ തന്നെ എന്തായാലും ബസ്സിൽ കയറി. യൂഷ്വലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ മാത്രമേ എന്നെ എക്സൈറ്റ് ചെയ്യിക്കാറുള്ളൂ. ട്രാവൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. ബസ്സിലാണേലും കാറിലാണേലും ഞാൻ ഫുൾ ഉറക്കമായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ അല്ലായിരുന്നു. മേ ബി കൊടൈക്കനാലിൽ അത്രയും ഭംഗിയുള്ള വ്യൂസ് ആയതുകൊണ്ടാവും. എനിക്കങ്ങനെ ഭയങ്കര എസ്തറ്റിക്കലി വീഡിയോസ് ഒന്നും എടുക്കാറില്ല. പക്ഷെ എന്നിട്ടും ഞാൻ എടുത്ത ഈ വീഡിയോസൊക്കെ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ സോളോ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ. ഇത് ഞാൻ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കുട്ടിയാണ്. ഇത് കൊടൈക്കനാലിലെ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ ഫൈനലി നമ്മുടെ കൊടൈക്കനാൽ റീച്ചായി. പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടനാണെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും അത്യാവശ്യം വിവരമുള്ള ചേട്ടനായിരുന്നു. ഞാനൊരു മരം കാണിച്ചിട്ട് ഇത് എന്ത് മരമെന്ന് ചോദിച്ച സമയത്ത് അതെ ഗൈസ്, ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് മരത്തിനൊക്കെ ഭയങ്കര നീളം. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്ത് മരമാണെന്നും. അപ്പം ആ ചേട്ടനാണെങ്കിൽ ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണെന്നും ഇവിടെ പ്ലാൻ ചെയ്തതാണെന്നും ഇനിയിപ്പോൾ ഈ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ മരങ്ങൾ മതിയെന്നും പറഞ്ഞിട്ട് ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡും അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാ കഥയും എനിക്ക് പറഞ്ഞു തന്നു. കൊടൈക്കനാൽ വന്നിട്ട് ഈ വ്യൂവിലാണ് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. ഇവിടേക്കാണ് നമ്മുടെ സ്റ്റേയിലേക്ക്. പിന്നെ ഇത് കണ്ടാൽ ആരോ കൈവച്ച് വെട്ടി ശരിയാക്കിയതുപോലെ ഇല്ലേ, ശരിക്കും ഇത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്കോ കുതിര സാധനങ്ങൾ കൊണ്ടുപോകുന്നോ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നാണ് ഇത് കുതിരയല്ല, ഇത് ഇവിടുത്തെ വെയിറ്റ് എടുക്കുന്ന ഒരു കഴുതയാണ്. ആ ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും അല്ലേ ഞാൻ എന്തൊരു മണ്ടിയാണെന്ന്. കളറ് ഇവിടെ നിന്നത്തേക്ക് മുടിയുടെ കളറൊക്കെ മാറിയിരിക്കുന്നു. ബ്രൗൺ കളറിലെ മുടിയായതുപോലെ. ഇപ്പൊ സോസ്റ്റലാണുള്ളത്. സോസ്റ്റൽ. And you get some of your ordering it? Yeah, one hot chocolate, please. Yes, it's getting ready. So, is there anything else? Can I take What do you want? for you now? I'm looking at it. It's on the house. Would you like anything else? Everything is for free for you. Pastries also. 2 pastries. Yeah. We don't actually have pastries, but for you, we'll make it. തേഹൽ എൻ്റെ റൂം ചെക്കിങ്ങിന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ സോസ്റ്റലിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. സോ എൻ്റെ സോളോ ട്രിപ്പിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട 3 പേരാണ് ഇവർ. ഞാനൊരു പക്ക എക്സ്ട്രോവേർട്ടാണ് ആൻഡ് പീപ്പിൾ പേഴ്സൺ ആണെന്ന് എനിക്ക് മനസ്സിലായി ഒരു അരമണിക്കൂറാണിത്. ബിക്കോസ് ഞാൻ ഐ ജസ്റ്റ് ടുക്ക് എ നാപ്പ്. ഈ റൂം എന്ന് പറയുന്നത് അത്രയ്ക്കും ഭംഗിയാണ്. കൊടയൊക്കെ നല്ല തണുപ്പ്, നല്ല ഭംഗി. നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങി എണീച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മിണ്ടാൻ ആരുമില്ല എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഞാൻ സോളോ ട്രാവലിന് പറ്റിയ ഒരാളല്ല. ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ. സോ ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് റെഡി ആയിട്ട്, ആക്ച്വലി ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ ചെയ്തായിരുന്നു, കുറച്ച് പൗഡറോടൊക്കെ ഇട്ടിട്ട് ഐ ആം ഗോയിങ് ടു ഹോസ്റ്റൽ. നിങ്ങൾ ഉച്ചക്കത്തെ പോർഷനിൽ കണ്ടില്ലേ, ഞാൻ അവിടെ പോയി. എനിക്ക് കുറച്ച് ആൾക്കാരെ കണ്ടു, എനിക്ക് മനുഷ്യന്മാരെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനുഷ്യന്മാരോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. സോ ഐ ആം ഗോയിങ് ദർ. മതി സോളോ. കുറച്ച് പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഐലൈനർ വാങ്ങിച്ചാണ്, അതിന് പകരം വെള്ള കളറിലാണ് വാങ്ങിച്ചത്. ഓരോരോ ദുരന്ത കഥകൾ. സോ ഇപ്പം നല്ല ഭംഗിയുണ്ട് സ്കൈ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ട്രൈ ചെയ്യാൻ പോകുന്നു. ഗൈസ്, ദേർ ഇസ് എ വാട്ടർഫോൾ നിയർ ബൈ. കണ്ടോ, നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതിൽ കൂടെ മേലോട്ട് കയറുന്നതും ഇറങ്ങുന്നതും ഈസ് ലൈക്ക് എ ഹൈക്ക്. So guys, finally I found some people to talk. I found some humans. Camera shy. ഞാൻ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയിലാണെങ്കിൽ രാത്രി എനിക്ക് പ്രൈവറ്റ് ബാർബിക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വെജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ വെജ് സെറ്റ് ചെയ്തു. എന്നിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു വ്യൂവിലാണ് ഞാൻ രാത്രി എൻ്റെ ബാർബിക്യൂ ഡിന്നറൊക്കെ കഴിച്ചത്.
അങ്ങനെ ബാർബിക്യൂ പരിപാടികളെല്ലാം കഴിഞ്ഞു. ആൻഡ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പിന്നെ കുറച്ച് മനുഷ്യന്മാരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. ഐലൈനർ സാമഗ്രികളൊന്നുമില്ല. സോ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലെറ്റ്സ് ഗോ. ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാനൊരു ശ്രമം നടത്തി. പക്ഷേ ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നായ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് നായ. അപ്പം ഞാൻ എനിക്ക് പിന്നെ തിരിച്ച് ഈ മല ഇറങ്ങി റൂമിൽ തന്നെ പോകാമെന്ന് വെച്ചപ്പോഴത്തേക്കും ഹോസ്റ്റലിലെ ചേട്ടന്മാർ പറഞ്ഞു they'll come and pick me എന്ന് പറഞ്ഞു. സോ ഐ എം വെയിറ്റിംഗ് ഹിയർ. He was right, but she was a mafia. ഞാൻ വന്നത് തേലാണെങ്കിലും ഫുൾ ടൈം ഹോസ്റ്റലിലാണ്. ഇത് ഹോസ്റ്റലിലെ കുറച്ച് സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഇരുന്നിട്ട് ഞാൻ മാഫിയ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. എവിടെ നിന്നൊക്കെയോ വന്ന ആൾക്കാർ, ഒരു പരിചയമില്ല, പല പല ലാംഗ്വേജ് സംസാരിക്കുന്നവർ, ഇനി ഒരിക്കലും കാണില്ലെന്നറിയുന്ന ഈ ആൾക്കാരുടെ കൂടെ ഹാഡ് സോ മച്ച് ഫൺ. രാത്രി 1:30 ഞാൻ തിരിച്ച് മല ഇറങ്ങിപ്പോയി കിടന്നുറങ്ങാൻ. സോ ഇവിടെ വന്നിരിക്കുകയാണ്. Be part of a video. Come here. It's like we are staying in Manali or something. Getting that Manali. Yeah. So we are in Kodaikanal right now. And what's the date? She's hosting us. Yeah, I am hosting this, guys. This is my property. This is my private property, and I am hosting this, guys. Come, I'll show you the sunrise, guys. Come on. Come the sky looks so pretty in your phone. I added a filter there. Okay, nice. Now we are going down. Be careful with the steps. We are going to my private bathroom. Is it all good? Then the washroom and bathroom have you answer. Let's go. This is my shower. ബാത്റൂമിലേക്ക് പോവാണ്. ബാത്റൂമിലേക്കുള്ള വഴി കാണിച്ചു തരാം. So there is this wash basin and this beautiful mirror here. I'll take a selfie. So this is the bathroom. See? And this is your view. How is Teha? It's very good, very pleasant. It's pleasant, especially the washrooms. Would you guys dare to take bath here? Sure. I don't want to take bath, but yeah, this I can take. I can. That's basic observation. I like this phone camera. So you don't like his photography? I grew up in a village, so I used to do bath outside. And are you coming down? Huh? And all. സോ ഞാൻ ഒരുങ്ങി. എൻ്റെ അടുത്ത സെറ്റ് ഓഫ് ഡ്രസ്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. സോ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. മൈ റൂം ഗായ്സ്. സ്മാർട്ട് ബോർഡ്. ലെറ്റ്സ് ഗോ. I have to climb up the stairs. The mountain. ഫൈനലി വേളി വന്നു. ചെന്നൈയിൽ പോയിട്ട് ജിമ്മിലെല്ലാം പോകണം. എനിക്ക് നടക്കാനുള്ള ത്രാണി പോലും ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലത്തെത്തി. This is the view. ஸோ இவங்களெல்லாம் நான் இவங்க சென்னை ஆவடி இருக்காங்க.
வந்து கீழ் பக்கம் இருக்காங்க சாரி அதை சொல்லலையா அருணா சொல்லுங்க நீங்க கல்யாணி அவங்க பேஜ் காட்டுங்க கல்யாணி பிரியதர்ஷன் எல்லாம் சரியில்லை இந்த பாருங்க அருண்யானவல் இந்த போட்டோ இந்த அழகான போட்டோ யார் எடுத்தா தெரியுமா இதுவா கேட்டா அடுத்த வாட்டி எடுக்க மாட்டேன் நீ வாவ் அழகா இருக்கும் we are having breakfast now asked you to come to see sunrise where were you സോ ഗൈസ് രാവിലെ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ വാങ്ങിക്കാനുള്ള പരിപാടികൾ തുടങ്ങാണ് എന്നിട്ട് വേണമെങ്കിൽ പതുക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് സോ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി യാ ദോശ മസാല ദോശ ലൈക്ക് ഐ വാസ് പ്ലാനിങ് ടു ഓർഡർ മസാല ദോശ then he ordered podi dosha you ordered podi dosha Onion podi dosa. yeah he ordered onion podi dosha and then I had onion podi dosha then I ordered egg dosha for him YouTube vlog how is it it's good It's really good. Yeah. Then he told me, "Do you want to volunteer for just 1 week?" I was like, "Sure." No, not a great. Too much energy for a morning. If you have a reference of this post, no? Yeah. Separately, it will give the accurate output. Yeah. Okay. So the data we give, no, we have all the data. You have a perfect shape of your face. will you meet this time എനിക്ക് തോന്നുന്നത് ഹോസ്റ്റൽ പോലുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വർക്കിംഗ് ആയിരിക്കും അതായത് എല്ലാവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും ഫുഡൊക്കെ കഴിക്കും എന്നിട്ട് അവരവരുടെ വർക്കിലേക്ക് ചെയ്യാം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ആണ് എന്താണെന്ന് അറിയില്ല ഇന്ന് എന്തായാലും അത്യാവശ്യം തണുപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു Yeah. We'll keep the tags outside first. The clip is yours. Yes. I was trying to focus on the camera and you are walking around. Yeah, please do it. Yeah. Photo will come soon, guys. Where is it? It's coming. See, it's forming. Oh, yeah, it's See, forming. and magic is happening. Maybe because I was doing Yeah, that's very- it's Yeah. actually happening because of that. Otherwise, it would Otherwise it wouldn't. Yeah, it would I mean, like, Yeah. what a privilege for it to be touched by you. Oh. Show me the photo. Hey, see? It'll take some time, but it's I think nice. it's there, yeah. I can't see anything. It'll take a few seconds. No, keep it as an each so that the light comes on that. See, it's coming. That's coming. Yeah. നമ്മൾ ഫസ്റ്റ് ദിവസം നിന്ന റൂമല്ലായിരുന്നു ഇത് നമ്മുടെ സെക്കൻഡ് പുതിയ റൂമാണ് അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളെ കാണുന്നത് സോ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടില്ല മുഖം കഴുകത്തില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ വന്ന് കിടന്ന് ഉറങ്ങി സോ ഇപ്പോൾ ഏതാണ്ട് 5:30 അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട റീൽസ് ഇസ് ആക്ച്വലി ഗോയിങ് റിയലി വെൽ 50 എന്തോ ആവാറായി സോ വാട്ട് ഐ ആം ഗോണ ഡു ഇസ് ഈ മോട്ടിവേഷനിൽ ഞാൻ അടുത്ത റീൽസ് എഡിറ്റ് ചെയ്യാൻ പോവാണ് യെസ് സോ ലെറ്റ് സീ ഇതിൻ്റെ ബാത്റൂമിൻ്റെ വ്യൂ ആണ് ഔട്ട്സൈഡ് I locked it. ഇതിൻ്റെ കീ കണ്ടുപിടിക്കണം എന്നിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് പോയിരിക്കാം because when I went to Hyderabad I had this
dehydration issues and everything. Because I was not having like normal water. I was having all those like cold drinks because it was like too hot. Here it's like super chill, so I'm not having water. So it's me, it's not the place. But in Chennai, I'm having like proper water intake and everything. Sunrise is pretty excellent. സൺറൈസിൻ്റെ ഗ്ലോ ആണ് ഗൈസ്, ഗ്ലോ. ഈ ഒരു നായക്കുട്ടി ഇവിടെ കിടപ്പുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ വ്യൂ ടുഡേ. സോ ദിസ് ഈസ് മൈ മോർണിംഗ് വ്യൂ. ദിസ് എ വാട്ടർഫോൾ. ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി. സോ അയ്യോ, ഇന്നത്തെ ഔട്ട്ഫിറ്റ് കാണണ്ടേ? സോ ഞാൻ മേളിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ പോകുന്ന വഴി. അയ്യാ, ഇതുപോലെ ഒരു 10-15 തട്ട് സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ മേളിലെത്തും. അയ്യോ, ലിപ്സ്റ്റിക്ക് കളർ കൂടിപ്പോയി തോന്നുന്നു. I'm taking a break. ചെന്നൈയിൽ ചെന്നിട്ടെങ്കിലും പ്രോപ്പറായിട്ട് ജിമ്മിൽ പോകണം ഗൈസ്. ഈ പ്രോപ്പർട്ടി ആക്ച്വലി നല്ല ഭംഗിയാണ്, പക്ഷേ ഇത് കയറാനും ഇറങ്ങാനും നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ട്രെക്കിംഗ്. വിറ്റമിൻ ഡി. ഞാൻ ഇരുന്നിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുമായിരുന്നു. യെസ്, ഓഫ് കോഴ്സ്. ഹൈദരാബാദിൽ പോയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് ഒന്നിച്ചിരുന്ന എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ വന്നു. 1-2 വീഡിയോ ഇട്ടു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഒരു സാധനം എക്സൈറ്റ്മെൻറ്റ് പോയെന്നല്ല, പക്ഷേ ലൈക്ക് വോയിസ് ഓവർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് യു വിൽ ലൂസ് ദാറ്റ്. സോ എനിക്കത് കൊടൈക്കനാൽ ട്രിപ്പിൽ എനിക്ക് അങ്ങനെ നടക്കരുതെന്നുണ്ട്. സോ യൂട്യൂബ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കാന്ന് വെച്ചാൽ നടക്കില്ല ഗായ്സ്. വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ വന്നു. സോ ഇവിടുന്ന് ഒരു പേനയും പേപ്പറൊക്കെ ഒപ്പിച്ചിട്ട് എഴുതി. സോ ഇനി ഇത് കുറച്ച് പണി ചെയ്ത് തീർക്കാറുണ്ട്. സോ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ 8 മണിയായി. സോ താഴെ ചായ ഇട്ട സമയം താഴെ പോയി ചായ കുടിച്ച് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് വർക്ക് ചെയ്യാന്നാണ് ഓർക്കുന്നത്. വാട്ട് എ പ്രിവിലേജ് ഇസ് ടു ബി ഹിയർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Some serious political conversations are going on, guys. സോ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വേറെ മണ്ടക്കത്തെ സ്റ്റെപ്സ് കയറാൻ വേണ്ടി പോവാണ്. പറയുന്നത് ഇറ്റ്സ് വർത്ത് ദി എഫേർട്ട് ടു ഗോ അപ്പ് എന്നാണ് പറയുന്നത്, ക്ലൈംബ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ. Just they got it from. That's not the last. Oh, you're going there? Yes. I thought we are going to sit here. How does it feel to climb this many stairs in the morning? Too fit. And he's up there. Yeah. Oh, this is to sit? Yeah. Like who's going to sit here? Oh, I don't want to sit here. Who will sit here? I said many people are sitting. You are going to sit here? No. Are you? You can sit here. You are also going to sleep? I don't know. I'm trying my best. Don't take a video of this. Yeah, I'm not taking a video. No worries. You can trust me on this. I'm not taking a video and I'm not going to edit it and post it on YouTube and not going to post. Next meme material viral. It's very good. Yes. ആരൊക്കെ ഇതിൽ കിടക്കുകയാണ്. പക്ഷെ എനിക്കിതിൽ കിടക്കാൻ ഭയങ്കര പേടി. ഈ കയറങ്ങാണം പൊട്ടി ഞാൻ താഴെ വീഴുമെന്നാണ് എൻ്റെ പേടി. ഓക്കെ, സോ I'll just sit here. So guys, we are in this mountain
I'm here, like in the top, and Teju's here, writing his diary. For the last 20 minutes, he's writing, right? 10 minutes, yeah. 10 minutes he's writing. ഗൈസ്, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പം എന്നിട്ട് ഇത് കണ്ടോ, see, there is someone out there doing daring photo shoots. You are being part of my YouTube vlog. Tattoo? It's like the Mehndi function. Like different stages of my life. Left side is like most happy, fun something. You tattooed Hostel location? Yeah, because I worked there, no, I liked it so much, so I just tattooed it. People do that? Will you They'll do that. That's the kind of please memory. tattoo Kodaikanal location? Like for Manali, because I worked there in Manali. Sports conversation is going on. It all started with random tattoo conversation. Now it's a sports conversation. So Teja is here. This is our last meal together at Hostel. Tell me, how old are you? It's Italy. Yeah, it's Italy. And it's dosa. It's dosa. Not SHA. It is SA. It's cha, guys. It's cha. It's dosa. Yeah. No, but the view is amazing. Like this. Oh, it has smaller pockets on the inside. Oh, it's prasadam. Not prasad. Look at this. Thank It's you. Prasada. Bye bye. Tata. തിരിച്ചു പോവാണ്. A lot of things. अच्छा ये कितने के 100 हाँ एक बार टेस्ट कर सकते हैं ये സോ ഞാൻ കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചെത്തി. ആസ് യൂഷ്വൽ ഏത് സ്ഥലത്ത് പോയി തിരിച്ചെത്തിയാലും എനിക്ക് വയ്യായിരിക്കും. അതുപോലെ തന്നെയാണ് നടക്കുന്നത്, വേറെ ഒന്നുമില്ല. സോ ഞാൻ വന്ന സമയത്ത് ചെറിയൊരു ക്ഷീണമൊക്കെ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഫ്രഷ്നപ്പായിട്ട് കിടന്നു. പിന്നെ എണീറ്റപ്പോഴത്തേക്കും വയ്യ. പിന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചിട്ട് ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെയും കിടന്നു. ഇപ്പോൾ ഒരു 3 മണി ഭയങ്കരമായിട്ട് വിശക്കുന്നു. സോ മേ ബി ടാബ്ലറ്റിൻ്റെ ആയിരിക്കും. ഐ ഫീലിംഗ് ബെറ്റർ നൗ. സോ ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ പോവാണ്. സോ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് കൊടൈക്കനാൽ ഇവിടെ അവസാനിച്ചു. ഇത്രയും സക്സസ്ഫുൾ ആയത് ഞാൻ സോളോ ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണോ എന്ന് വെച്ചാൽ അല്ല. ബിക്കോസ് ഉദയ്, തേജു, മധുമിത ഒക്കെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അത് എനിക്കൊരു ഭയങ്കര ബോറടിച്ചില്ല. ഞാൻ ലോൺലി ഇല്ല. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ അറിയാവുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്. സോളോ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഇതാണ്. പക്ഷെ എനിക്ക് ആ സാധനം ഇതുവരെ അറിയില്ല. മേ ബി നെക്സ്റ്റ് ട്രിപ്പ് ശരിയാവുമായിരിക്കും. സോ എനിവേ ഗൈസ്, ആരെങ്കിലും ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഐ വിൽ സേവ് ഇറ്റ് ഹിയർ. അപ്പോൾ ടാറ്റാ.